I know you're scared, you wanna hide away sometimes. I know you hurt from everyone telling you lies. I bet you just wanna lose your mind. I know you hurt, I know you hurt. Let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating, you got. ഹലോ ഗൈസ്, അപ്പം കുറേ നാൾ കൂടിയിട്ട് ഞാൻ വിചാരിക്കുന്നൊരു വീഡിയോ പുതിയതായിട്ട് ചെയ്യണം. പക്ഷേ കുറേ നാളായിട്ട് ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രൊഡക്ട്സ് വാങ്ങിയായിരുന്നു. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഒരു iPhone 13 വാങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു S23 Ultra വാങ്ങിയായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വാച്ച് ഫോർ ക്ലാസിക് വാങ്ങിയായിരുന്നു, LT വേർഷൻ. അതും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ Buds 2 Proയും വാങ്ങിയായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഞാനൊരു സാംസങ്ങിൻ്റെ മോണിറ്ററും വാങ്ങി, ഒരു 24 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള 75 Hz റീഫ്രഷ് റേറ്റുള്ള. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് അതിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ കരുതി ഒരു ഷോർട്ടായിട്ടുള്ളൊരു റിവ്യൂ, എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്തപ്പം ഉണ്ടായ അനുഭവങ്ങളും ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ പറയുന്നുള്ളൂ. അതായത് ഞാൻ കുറച്ചാണ് ഐഫോൺ യൂസ് ചെയ്തു. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണാണ്. അപ്പം ഐഫോൺ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ S23 Ultrയിലോട്ട് മാറിയത്. അപ്പം ഈ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഉണ്ടായ സമയത്തുള്ള അനുഭവങ്ങളും അതേപോലെ തന്നെ അതിനുശേഷം മാറിയപ്പോൾ ഉള്ള ഒരു അനുഭവവും, പിന്നെ ഈ പ്രൊഡക്ട്സൊക്കെ എങ്ങനെ ഉണ്ട്, മേടിക്കുന്നുണ്ട് വർത്താണ്. നിങ്ങൾ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും നല്ല പ്രൊഡക്ട്സ് ആണെന്നുള്ളത്, എൻ്റെ റിവ്യൂസൊക്കെ. പക്ഷേ എൻ്റെ ഡെയിലി യൂസേജിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S23 Ultraനെ പറ്റിയാണ്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നല്ല ഫോണാണ്, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ നോക്കുവാണെങ്കിലും എന്ത് നോക്കുവാണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ഫോണിനകത്ത്. നമ്മൾ അത്രയും രൂപ മുടക്കുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ സ്പെക്കും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. S24 Ultra ഇറങ്ങിയിട്ടുണ്ട് റീസെൻ്റ്ലി. സോ ഇപ്പോൾ എല്ലാവരും ഇനി S24 Ultra ആയിരിക്കും വാങ്ങാൻ പോകുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് മൈന്യൂട്ടായിട്ടുള്ള ക്യാമറ ഡിഫറൻസസും പിന്നെ ലെൻസിൻ്റെ കുറച്ച് ഡിഫറൻസും അതുപോലെ തന്നെ AI ഫീച്ചേഴ്സും ഉണ്ടെന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഉള്ളൂ. ഇതിനും AI ഫീച്ചേഴ്സ് അടുത്ത മാസം വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ അങ്ങനെ ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഇല്ല. സ്ക്രീനും ഇതിൻ്റെ കുറച്ച് കർവ്ഡ് ആണ്. പേഴ്സണലി എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഉപയോഗത്തിൽ ഇപ്പം ഞാൻ ഒരു 7-8 മാസമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നു. സോ ഇതൊരു ലോങ് ടേം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. ലോങ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇനി ഞാൻ ചെയ്യാനായിട്ടൊന്നുമില്ല. ഗെയിംസ് കളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഡെയിലി ഡ്രൈവർ തന്നെയാണ് ഈ ഫോൺ. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കേസ് ഒരിടയ്ക്ക് കുറച്ച് ബാക്കപ്പ് കുറവായിരുന്നു. അതായത് ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം 6.1 വന്ന സമയത്ത്, 1UI പുതിയ വേർഷൻ, സാംസങ്ങിൻ്റെ 1UI വേർഷൻ 6.1 വന്ന സമയത്ത് കുറച്ച് ആ അപ്ഡേറ്റിന് ശേഷം കുറച്ച് ബാക്കപ്പ്. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പോൾ അത് ഇങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് അത്ര ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല ബാക്കപ്പിൻ്റെ. എന്നാലും ഒരു ദിവസം നമ്മൾ ഒരു ലോങ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 വട്ടം ചാർജ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം നമ്മൾ കാഷ്വലി യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ ജസ്റ്റ് എടുക്കുന്നു, പിന്നെ അല്ലാണ്ട് ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് നിൽക്കും ബാറ്ററി, വലിയ സീനില്ല. പിന്നെ ഇതിനകത്ത് S Pen ഞാൻ പേഴ്സണലി ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. S Pen എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു സാധനമാണ് S Pen എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറേ നാൾ iPhone 13 ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫോണായിരുന്നു, അടിപൊളി ഫോണാണ്. ആ പ്രൈസിൽ ഏറ്റവും നല്ലൊരു ഫോൺ കൂടാണ്. പക്ഷേ എനിക്കെന്തോ കുറേ നാൾ ഐഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒന്നും ഔട്ട്സൈഡ് വേൾഡായിട്ടൊരു കണക്ഷൻ ഇല്ലാത്തൊരു ഫീലായിരുന്നു അത് യൂസ് ചെയ്യുന്ന സമയത്ത്. ഫോൺ അടിപൊളിയാണ്, ക്യാമറയൊക്കെ ആണെങ്കിലും നല്ലതാണ്. പക്ഷേ മേ ബി ഞാൻ അതിന് മുന്നേ ആൻഡ്രോയിഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാവാം എനിക്കങ്ങനെ ഒരു ഫീൽ ഉണ്ടായത്. അതിപ്പോൾ നമുക്കൊരു സാധനം എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേണലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും പരിപാടികളൊക്കെ അഡീഷണലി നടത്തണമെന്നുണ്ടെങ്കിലോ കുറച്ച് പണിയാണ് അതിനകത്ത്. ചെയ്തെടുക്കാൻ പറ്റും, എക്സ്റ്റേണൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് വളഞ്ഞ വഴി കൂടെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആൻഡ്രോയിഡിൽ ആ ഒരു കിടന്ന് കളിക്കുന്ന പോലൊരു കളിയൊന്നും നമുക്ക് നടക്കില്ലല്ലോ. അപ്പം പെട്ടെന്ന് ഇതിലോട്ട് മാറിയപ്പോഴത്തേക്കും ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു ഫീലിനൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ പെട്ടെന്ന് ഒരു മുറിയിലൊക്കെ അടച്ചിട്ടിട്ട് പെട്ടെന്ന് തുറന്നു വിടുമ്പോഴൊരു ഫീൽ, അതായിരുന്നു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കൂടിയ ഫോണിലെടുത്തു. സോ ഇതിന് പറ്റിയ ആക്സറീസും കൂടെ പതുക്കെ എടുക്കണം. അങ്ങനെ പതുക്കെ എടുത്തൊരു സാധനമായിരുന്നു
ഈ ബഡ്സ് 2 പ്രോ. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വന്ന സമയത്ത് എടുത്താണ് ബഡ്സ് 2 പ്രോ. ഏകദേശം 10 രൂപയ്ക്ക് എടുത്ത ഈ സാധനം. 16-17 രൂപ കണ്ടാന്ന് തോന്നുന്നു വില. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിങ് എനിക്കറിയില്ല, എന്നാലും അതിൽ താഴെയൊക്കെ കിട്ടിയവരും ഉണ്ട് ഒത്തിരി. ഞാനിപ്പോൾ മേടിച്ച പ്രൈസിലും ഒത്തിരി താഴെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ ഇത് മേടിച്ചവരും ഉണ്ട്. ഇതിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ സത്യം പറയാമല്ലോ നല്ല രസമാണ് ഇത് വെച്ചിട്ട് കേൾക്കാനായിട്ട്. ആകെയുള്ളൊരു പോരായ്മ ബാറ്ററി ബാക്കപ്പാണ്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ 2000-3000 ഒക്കെ മേടിക്കുന്ന ഒത്തിരി ഇയർബഡ്സ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് ബാറ്ററി ബാക്കപ്പ് കുറവാണ്. കുറവെന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊരു ANC മറ്റേ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 5-6 മണിക്കൂർ അതിൻ്റെ അപ്പുറമൊന്നും കിട്ടത്തില്ല മാക്സിമം ഞാൻ പറയുന്നത്. പിന്നെ ഈ ബോക്സിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു 18 hours കമ്പനി പറയുന്നത്. ഒരു 16-15 കിട്ടുന്നുണ്ട് ഏതാണ്ട്. വലിയ കുഴപ്പമില്ല സാധനം, പക്ഷെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള പല ലോ എൻഡ് സാധനങ്ങളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, നമ്മളിപ്പം ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ നടക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇതിപ്പോൾ ഒരാളൊന്നും എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് സാധാരണ നമ്മളെന്താ ചെയ്യുക, നമ്മളൊന്നെങ്കിൽ പോസ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആപ്പ് വഴി ഓട്ടോ ഡിറ്റക്റ്റ് വോയിസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മോഡുണ്ട്. നമ്മളെന്തെങ്കിലും അങ്ങോട്ടും തിരിച്ച് മിണ്ടി കഴിഞ്ഞാൽ ആ പാട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിനു ശേഷം നമുക്ക് നമ്മളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പാട്ട് വീണ്ടും പ്ലേ ആകത്തുള്ളൂ അതിനകത്ത് എന്നിട്ട് നമുക്ക് പോസ് ആകുന്ന മാത്രമല്ല, നമുക്ക് പുറത്തെ സൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വോയിസ് കേൾക്കാനും പറ്റും ഇതിനകത്തോടെ. അതൊരു നല്ല ഫീച്ചറാണ്. ഒത്തിരി ഇപ്പം ബഡ്സിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ഫീച്ചർ. പിന്നെ അതേപോലെ തന്നെ വോയിസ് ക്ലാരിറ്റി. ഇത് നമ്മൾ മേടിക്കുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയാണ്. ഇൻസ്ട്രുമെൻ്റ് സെപ്പറേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പക്കയാണ്. എന്ന് വെച്ചാൽ നല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സൗണ്ട്. ഒരു പാട്ടിപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ കൂടുതൽ പ്ലേ ചെയ്യുന്ന ഒരു പാട്ടാണ് മറ്റേ ലൈഫ് ഓഫ് റാമിലെ കയറി വന്ന് പിറകേ ആ പാട്ടില്ലേ, ആ പാട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് ആ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തരാൻ പറ്റുന്നുണ്ട് ഈ സാധനത്തിന്. പിന്നെ ഇതിനകത്ത് 360 ഇതുണ്ട് സറൗണ്ട്. അതായത് നമുക്കിപ്പം ഒരു തിയേറ്ററിൽ ഇരുന്ന് പടം കാണുന്നൊരു എക്സ്പീരിയൻസ് തരുന്നൊരു മോഡുണ്ട് ഇതിനകത്ത്. ചുറ്റും ഇങ്ങനെ സൗണ്ട് വരുന്ന എനിക്ക് തോന്നും. അതുപോലെ തന്നെ തല അങ്ങോട്ട് തിരിക്കുമ്പോൾ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ടും, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതുവരെ ഉപയോഗിച്ചില്ല ഇതിനകത്ത്. ഇനി എനിക്ക് പരാതി ഞാൻ പറഞ്ഞില്ല, ബാറ്ററിയുടെ കേസ് ഓക്കെ, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അത്ര അറിയില്ല, ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ സ്വന്തം വാച്ച് 4 ക്ലാസിക്കാണ്. ഇതിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 10,000 സംതിങ്ങിനാണ് വാങ്ങിയത് ഓഫർ ടൈമിൽ. ആ പ്രൈസിന് ഏറ്റവും വർത്ത് സാധനമാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് LTE വേർഷനാണ്. എന്താണ് LTE വേർഷൻ അറിയായിരിക്കും പലർക്കും. LTE വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഫോണിൽ ഒരു സിം കിടപ്പുണ്ട്. എൻ്റെ ഫോണിൽ കിടക്കുന്നതാണ് ജിയോ സിം. ഓക്കെ, നമുക്ക് ഈ സിമ്മിൻ്റെ ഫെസിലിറ്റിയും കൂടെ വേണം മൊബൈലിൽ, എന്നാലും ഇത് പറ്റും. അപ്പം ഈ ഫോണിൽ എനിക്ക് ഒരു സിമ്മ് ഫിസിക്കലായിട്ടും ഒരു സിം ഈ സിമ്മായിട്ട് ഇടാൻ പറ്റും. ആ ഈ സിം ആയിട്ടുള്ള സിമ്മ് എനിക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിയോ ആണ് ഇതിനകത്ത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ജിയോയുടെ ഒരു കോപ്പി എനിക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫോൺ ഇപ്പോൾ ഓഫാണ്, കംപ്ലീറ്റ്ലി ഓഫാണെന്ന് ഇരിക്കട്ടെ, എന്നാൽ പോലും എനിക്ക് ഇതിനകത്ത് കോൾ വരും, എനിക്ക് കോൾ വിളിക്കാം. അതുപോലെ എനിക്ക് ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, മൊബൈൽ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക്. പിന്നെ ഇതിനകത്ത് വൈഫൈ ഉണ്ട്, പിന്നെ NFC ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോൺ ഓഫായി ഒരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ചു, ഞാൻ എടുക്കുന്നില്ല, ഞാൻ എൻ്റെ ഈ വാച്ച് കെട്ടിക്കൊണ്ട് പോകും. അങ്ങനെ കെട്ടിക്കൊണ്ട് പോകുമ്പം എനിക്ക് ആ ഫോണിൽ ചിലപ്പോൾ കോൾ വരുന്നുണ്ടാകും വീട്ടിൽ ഇരിക്കുമ്പോൾ, പക്ഷെ ഞാനത് അറിയുന്നില്ല. പക്ഷേ ഈ വാച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന കാരണം എനിക്ക് ഇതിനകത്ത് കോൾ വരും. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഇന്ന ആൾ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എടുത്ത് സംസാരിക്കാൻ ആളോട്. അപ്പോൾ എനിക്കൊരു സെക്കൻഡറി ഫോണായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. LTE വേർഷൻ എടുത്താലേ ഇതൊക്കെ നടക്കുള്ളൂ. ബ്ലൂടൂത്ത് വേർഷനാണെങ്കിൽ നടക്കില്ല. ബ്ലൂടൂത്ത് വേർഷനാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഇത് അങ്ങനത്തെ കേസില്ല. മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ബഡ്സ് 2 പ്രോ അല്ലേ, അപ്പോൾ എനിക്ക് ഇപ്പം ഇത് തന്നെ വേണമെന്നില്ല. ഞാൻ എക്സാമ്പിൾ പറയാം, ഈ ബഡ്സ് 2 പ്രോ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ജിമ്മിൽ പോവാം, എനിക്ക് വാച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് LTE വേർഷനാണ്. ഇതിനകത്ത് നമുക്ക് നെറ്റ് ഓൺ ചെയ്യും, സ്പോട്ടിഫൈ ഉണ്ട്, നമുക്കിതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്, നമുക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സ്പോട്ടിഫൈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിഫൈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാരണം എനിക്ക് ഇതിനകത്ത് എൻ്റെ പ്ലേലിസ്റ്റും കാര്യങ്ങളും വരും മൊബൈലിൽ, അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിരിക്കുന്ന കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് എൻ്റെ ഇയർബഡിലോട്ട് കണക്ട് ചെയ്യാം.
കണക്ട് ചെയ്തിട്ട് എനിക്ക് ചെവി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവഴി പാട്ട് ഇതിനകത്ത് കേൾക്കാം, എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല. അതൊരു വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. മിക്കതിലും ഉണ്ട് ഇപ്പോൾ എല്ലാത്തിലും. പക്ഷേ LTE വേർഷൻ ആയതുകൊണ്ടുള്ള ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ഫോൺ എടുക്കുകയേ വേണ്ട, വീട്ടിൽ വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് സംവിധാനമുണ്ട്. പേയ്മെൻറ്റ് സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എന്താ പറയുക, നമ്മൾ നോർമലി ടാപ്പ് ടു പേ ചെയ്തില്ല. ഇപ്പോൾ ഫോണിൽ നമ്മൾ ഇതെൻ്റെ ഫോൺ, അതിനകത്ത് നമുക്ക് വാളറ്റ്സ് കാണും, വാളറ്റ് ആപ്പ് ഉണ്ട് ഫോണിൽ. അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നമുക്ക് കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇതിപ്പോൾ എൻ്റെ എല്ലാ കാർഡ്സും ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കടകളിലും എവിടെ പോയാലും. അപ്പോൾ ഇതേ കാർഡ് എനിക്ക് ഈ വാച്ചിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഞാൻ മൊബൈൽ എടുത്തില്ല, എൻ്റെ പേഴ്സില്ല, എൻ്റെ കയ്യിൽ കാർഡുണ്ട്, കാർഡിൽ ക്യാഷ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇതിനകത്ത് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാച്ച് ടാപ്പ് ചെയ്തിട്ട് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം. പിന്നെ ഒരു വലിയ പോരായ്മ എനിക്ക് ഇതിനകത്തും തോന്നിയത് ബാറ്ററി ബാക്കപ്പ്. നോർമലി നമ്മൾ ഒരു LTE വേർഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു, റേഞ്ചോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ബാക്കപ്പ് കുറവായിരിക്കും. ഒരു ദിവസം 2 വട്ടമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഒരു ഇത് കണ്ടെത്തിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. നല്ല ബാക്കപ്പ് എന്ന് പറയുമ്പോൾ 2 ദിവസമൊക്കെ മാക്സിമം, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. കാരണം ഡിസ്പ്ലേ ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം അപാര ഫീച്ചേഴ്സ്. സോ നമുക്ക് ഒരുപാട് ബാറ്ററി ബാക്കപ്പ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്, ബാറ്ററിയും കൂടെ. പക്ഷേ കുറച്ചും കൂടെ തന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ECG മോഡുണ്ട്, നമുക്ക് ECG ചെക്ക് ചെയ്യാം. എന്തുമാത്രം ആക്യുറസി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഇറങ്ങിയ ടൈമിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 30-35,000 രൂപയായിരുന്നു. ഇപ്പോൾ ഓഫറിൽ ഇത്രയും 2 വേരിയൻസ് പുതിയത് വന്നുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ്. സോ ഇതിനകത്തുള്ള സെൻസേഴ്സ് മേ ബി ആക്യുറേറ്റ് ആയിരിക്കാം. പിന്നെ റൺ ചെയ്യുന്ന ലേറ്റസ്റ്റ് വെയർ OS വേർഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് സാംസങ്ങിൻ്റെ 6 എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഇപ്പോഴും ഒരു വർത്തി ബൈ ആയിട്ട് എനിക്ക് തോന്നി വാച്ച്. പിന്നെ റീസെൻ്റ് ആയിട്ട് എടുത്തൊരു സാധനം കൂടെ കാണിച്ചു തരാം. പിന്നെ റീസെൻ്റ് ആയിട്ട് എടുത്ത സാധനമാണ് ഈ സാംസങ്ങിൻ്റെ 24 LCD ഡിസ്പ്ലേ ഉള്ള മോണിറ്റർ. സത്യം പറയാലോ, ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും വലിപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. സംഭവം നല്ല രസമുണ്ട് കാണാൻ. 8,200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രൈസിന് പക്ക വർത്തിയായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങി, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്.